3-4 ദിവസമായിട്ട് ഭയങ്കര മഴ. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പം ഇന്ന് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കിയേ പറ്റൂ. ആദ്യമേ അമ്മക്കിളി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് ഉത്രാടം, എല്ലാവരും പാഞ്ഞു പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പാച്ചിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓണത്തിന് വേണ്ടി എല്ലാ പച്ചക്കറിയും നമ്മുടെ അടുക്കളത്തോട്ടം. ഉത്രാട പാച്ചിൽ തുടങ്ങിയല്ലോ എല്ലാവരും. ഉത്രാടത്തിന്റെ അന്ന് എല്ലാവരും പാഞ്ഞോടുമെന്ന് പറയും എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഓട്ടം തുടങ്ങി നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക്. നാളെ തിരുവോണമാണ്, അതിന് വേണ്ടി പച്ചക്കറികളൊക്കെ നമ്മളിപ്പോൾ പറിച്ചെടുക്കണം. എല്ലാം മൂത്ത് പോയി കാണുമെന്ന് അറിയാം. അപ്പം നോക്കാൻ വിചാരിച്ചിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങി. ചെറിയ വെയിൽ, ഇപ്പോൾ ഒരു 2 മണി ആയപ്പോഴത്തേക്ക് വെയിൽ വന്നു. അപ്പോൾ ഓടി ഇങ്ങനെ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നതാണ്. ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം, നമുക്കൊന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാം. കാര്യം ഇനി അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഈ 3-4 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. ഇനിയിപ്പം അടുത്ത ആഴ്ച വെയിലാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ ചീര എല്ലാം അളിഞ്ഞു പോകും. കാര്യം അടമല അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചീര, തക്കാളി എല്ലാം പോകുമല്ലോ. നമുക്ക് പിന്നെ കൃഷിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചൂടിനൊരു ശമനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും നല്ല ചൂടാകുന്ന സമയത്ത് ഒരു മഴ അങ്ങോട്ട് പെയ്തപ്പോൾ ഒരു ചൂടിന് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അപ്പം നമ്മൾ നമ്മുടെ ഹാർവെസ്റ്റ്, അതായത് എന്തൊക്കെ നമ്മുടെ പച്ചക്കറി എല്ലാം വളഞ്ഞു പോയോ ഒന്നും അറിയത്തില്ല, ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല, ഉള്ളതൊക്കെ ഇപ്പോൾ പറിക്കാൻ നോക്കും. ബീൻസൊക്കെ ഞാൻ കിടക്കുന്നത് കണ്ടോ. നമുക്കിതെല്ലാം ഒന്ന് പറിച്ച് നമ്മുടെ മുറത്തിലോട്ട് ഇടാൻ കേട്ടോ. ബീൻസാണ് നമ്മളിപ്പോൾ പറിച്ചങ്ങോട്ട് ഇടാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്, കുറേ എണ്ണം മൂത്ത് പോകും. മുഖ്യമായ ഒരു സംഭവം വിളവെടുക്കാനുണ്ട് കണ്ടോ. നമ്മുടെ 9 ഇഞ്ച് 9.5 ഇഞ്ച് നീളമുള്ള മുളക് നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുന്നത് നല്ല പഴുത്ത് നിൽക്കാൻ പതി പറിക്കാമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. കണ്ടോ, നീണ്ടങ്ങ് പോയിരിക്കുകയാണ്. ഒരെണ്ണം കിട്ടി, പോർച്ചുഗൽ ഹോട്ട് ചില്ലി കണ്ടോ. കാന്താരി വിത്തിന് നിർത്തിയത് കണ്ടോ, അത് ഞാൻ പറിച്ചിപ്പോൾ. കാന്താരി ഇത്രേ പറിക്കുന്നുള്ളൂ ഇപ്പം, കാരണം നമുക്ക് ആവശ്യമുള്ള പൊടിയോടി വന്ന് പറിക്കാമല്ലോ, മുമ്പേ പറിച്ച് വെക്കണമെന്നില്ല. അപ്പോൾ അതില്ല, നമുക്ക് അടുത്ത ആഴ്ച 2-3 പേർക്ക് ഞാൻ ഇച്ചിരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 പേർക്ക് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നിർത്തിയിരിക്കുക. കുറച്ചേ പറിച്ചിട്ടുള്ളൂ, അത്യാവശ്യമുള്ളത് മാത്രം. ഇത് അനഹേയം ഹോട്ട് ചില്ലി, ക്യാപ്സിക്കം 2-3 എണ്ണം ഞാൻ നിർത്തിയിട്ടുണ്ട്. വിത്തിന് പോകെയുള്ളത് ഇപ്പോൾ പറിച്ച് കേട്ടോ. ബീൻസിന് പഞ്ഞമേയില്ല കേട്ടോ, വിത്തിനുള്ളതും ചേർത്തിങ്ങ് പറിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല വിത്തിന് മൂത്ത് പോയതാണ്. ഇതെല്ലാം കിടക്കട്ടെ. ഉള്ളത് പറയാമല്ലോ, ഈ ഇനം ബീൻസ് ഉണ്ടെങ്കിൽ കായ് ഇഷ്ടം പോലെ വരികയും ചെയ്യും. നല്ല ദശയുള്ളതാണ് ബെല്ലി ബീൻസ്. ഇത് ഒരു കൊലയിലൊക്കെ 4-5 എണ്ണമൊക്കെ കായ്ക്കും. അതേസമയം പിന്നെ സോയാബീൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 25 പൂ ഒരു കൊലയിൽ വരും. പക്ഷേ ഒരു കായ വരത്തുള്ളതിൽ 1 അല്ല 2 അതിൽ കൂടുതൽ വരത്തില്ല, ബാക്കി മുഴുവൻ പൊഴിഞ്ഞു. അതേസമയം ഇതങ്ങനെയല്ല, എത്ര പൂ ഉണ്ടായാലും അത് മുഴുവൻ കായുമാകും. നമുക്ക് പൊരിക്കുന്നതുമാണ്. നല്ല വലിപ്പമുള്ള ബീൻസാണ്. ബീൻസ് ഇനി ഒത്തിരിയോട്ട് പറിക്കാൻ കേട്ടോ. ഇനി ഒരു ഐറ്റം ഞാൻ ഇന്ന് ഏതായാലും പറിക്കുന്നില്ല, അതേത് ഐറ്റം നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഹംഗേറിയൻ വാക്സ് ഹോട്ട് ചില്ലിയും തക്കാളി ഹോട്ട് ചില്ലി ഞാൻ പഴുക്കാൻ വേണ്ടി നിർത്തിയിരിക്കും. അടുത്ത ഐറ്റം കണ്ടോ, നല്ല ഫ്രഷ് ബ്രൊക്കോളി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ബ്രൊക്കോളിയും ബീൻസ് കുറവാ, ബ്രൊക്കോളി മുളകുമാണ് എനിക്ക് കൂടുതൽ. കഴിഞ്ഞ വർഷം ബീൻസ്, ചീര പിന്നെ ചാൻസേ ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ്. ഇനി ഉണ്ട് കേട്ടോ, പറിച്ചോണ്ട് വരട്ടെ. ഫ്രഷ് കണ്ടോ നമ്മുടെ അടുത്ത തോട്ടത്തിൽ. നിങ്ങൾ വിചാരിക്കും എന്താ ചെറുതായിട്ടെന്ന്. ചെറുതല്ല കേട്ടോ, ഈ ഇലയുടെ സൈഡിൽ വരുന്നതാണ്. അപ്പം ചെറുതായിട്ട് വരത്തുള്ളൂ. ഫസ്റ്റ് വരുന്നതാണ് നമുക്ക് വലിയ കൊട പോലെ ഇങ്ങനെ വരുന്നത്. അടുത്ത് വരുന്നത് അത്ര വലുതായിട്ടെല്ലാം വരത്തില്ല. അപ്പോൾ ചെറുതായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ മുറിച്ചെടുക്കാൻ നമ്മൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഓരോ ഇലയുടെ ഇടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കും. മുറത്തിലോട്ട് മുറ തികയത്തില്ലെന്ന് തോന്നുന്നു. ബ്രൊക്കോളിക്ക് എന്തൊരു ഫ്രഷാന്ന് നോക്ക്. ബ്രൊക്കോളി നമുക്ക് പോകേണ്ട. അടുത്ത് നമുക്ക് അത്യാവശ്യം ഒരു ദിവസങ്ങളെ ചീര മാത്രം മേടിച്ചു. ചീര നമുക്ക് എനിക്ക് തോന്നുന്നു കേലൊരു 25 കെട്ടിനുണ്ട്, അത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളതേ പറിച്ചിട്ടുണ്ട്. ഭയങ്കര കേളിയായിട്ടുള്ള പർപ്പിൾ കളർ കേല്, അത് കുറച്ച് പറിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3-4 വെറൈറ്റി ഉണ്ട് കേലെന്ന്. ഇത് പർപ്പിൾ കളറാണ്, പർപ്പിൾ വിത്ത് ഗ്രീന്. ഭയങ്കര കേളിയായിരിക്കും. നിങ്ങൾ തന്നെ പറ, മുറം തികയുന്നുണ്ടോ? അതിപ്പോൾ ഇച്ചിരിയും ചീരയെ പറിച്ചിട്ടുള്ളൂ. ഇനി എല്ലാ തക്കാളിയൊന്നും എടുത്തിട്ടില്ല. ഇനി എല്ലാ ഐറ്റം കൂടെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുറം പരത്തിൽ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വരണം. 1-2 ചാക്ക് എടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല പഴുത്ത് നിൽക്കുന്ന കുറച്ച് തക്കാളി ഉണ്ട്. ഇത് നിർത്തിയിട്ട് അങ്ങ് പൊളന്നു പോകും, അതുകൊണ്ടല്ല ഈ പറിക്കുക. ഇതിൽ 4 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതൊന്ന് ചോക്ലേറ്റ്, ഇത് റെഡ്, ഇത് ഓറഞ്ച്, ഇത് യെല്ലോ. 4 വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് തന്നെയാണ്. അത് നമുക്ക് കയ്യിലിങ്ങനെ തൊടുമ്പോഴേ ആ ചോക്ലേറ്റിൻ്റെ ഒരു പശപ്പശപ്പുണ്ടല്ലോ, അതിങ്ങനെ വരും. അതായത് ഞാൻ പൊട്ടിച്ച് കഴിയുമ്പോൾ വായിലിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ അമ്മക്കളുടെ വിളവെടുപ്പ് വേണ്ട. നമ്മുടെ ഓണത്തിന് അവിയലിന് വേണ്ടിയ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒരുമാതിരിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ പറിച്ചു. 2 അച്ചങ്ങ പേര്, ഇച്ചിരി ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്, ബീൻസ് ഉണ്ട്. അതൊക്കെ പോരെ. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടായിട്ടൊന്ന്. അത്യാവശ്യം ഉള്ളത് ഓടിപ്പോയി പറിച്ചിട്ട് വന്നാണ്ട. മുളക് എത്ര വെറൈറ്റി ഉണ്ടെന്ന് നോക്കും. വിത്തിനുള്ളത് ഞാൻ പറിച്ചു. തക്കാളി കുറേ വെറൈറ്റികൾ, ബീൻസ് 4-5 ടൈപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. മുളക് ഹംഗേറിയൻ ഉണ്ട്, പിന്നെ അനഘേയം ഉണ്ട്, കാന്താരി ഉണ്ട്, പിന്നെ പോർച്ചുഗലുണ്ട്, എല്ലാ മുളകും ഉണ്ട്. ബ്രൊക്കോളി കണ്ടില്ലയോ, ഒരു രക്ഷയില്ല കേട്ടോ. മറ്റേ കേല് സ്പ്രിങ് ആയിട്ടിരിക്കുന്നത് പർപ്പിൾ കളർ കേട്ടോ. ഇതും കേല് തന്നെയാണ്. എന്തൊരു ഫ്രഷാന്ന് നോക്ക്. ഇല കണ്ടോ, എന്തൊരു വലിപ്പമാന്ന്. കടയിൽ നിന്ന് ഇത്ര ഫ്രഷ് കിട്ടും. ഫ്രഷ് അല്ല, ഇത്രയും വലിപ്പവും കിടത്തില്ല, ഒക്കെ ചെറിയതായിരിക്കും. അപ്പോൾ ഇതാണ് അമ്മക്കളിയുടെ ഇന്നത്തെ ഹാർവെസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.